നമസ്കാരം, ഞാൻ രേഷു. എല്ലാവർക്കും രേഷൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ചക്കയുടെ കാലമാണ്. അപ്പോൾ ചക്ക എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാകും. അപ്പോൾ ചക്ക കൊണ്ട് നമ്മൾ പല വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചക്ക എരിശ്ശേരി ഉണ്ടാക്കാറുണ്ട്, ചക്ക ഹൽവ ഉണ്ടാക്കാറുണ്ട്, അങ്ങനെ പലതരം വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചക്ക ഐസ്ക്രീമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് എല്ലാവരും കണ്ടു നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്യുക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ചക്ക ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഇത് നല്ല വരിക്കച്ചക്കയാണ്. ഇത് ഏകദേശം 10 വരിക്കച്ചക്ക ഞാൻ കുരു കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. ഇത് ആദ്യം തന്നെ നമുക്ക് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം. ഇതിൽ 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യും. അപ്പോൾ ചക്ക നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. വെള്ളം ചേർക്കാണ്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചക്കപ്പഴ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, ഞാൻ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ഗോതമ്പ് പൊടിയാണ് ഇത്. ഈ ഒരു തവിയിൽ നമുക്ക് 1 തവി ഗോതമ്പ് പൊടി എടുക്കാം. ഇനി സ്പൂണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് പാല് ഇതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് കട്ടയൊന്നുമില്ലാതെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാല് നമുക്ക് ചൂടാക്കാം. അപ്പോൾ ബാക്കിയുള്ള പാല് നന്നായി തിളപ്പിക്കണം. തിളപ്പിച്ച ശേഷം നമുക്ക് ഈ ഗോതമ്പ് പൊടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇനി ചെയ്യേണ്ടത്. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഇളക്കി കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക. നല്ല തിക്ക് ആയി വരുന്നത് വരെ നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി. നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത്. അപ്പോൾ ഇത് ഏകദേശം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചക്കപ്പഴുപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായി ചൂടാറാൻ വയ്ക്കുക. പിന്നീട് ഇതൊരു കണ്ടെയ്നറിൽ വെച്ച് ഫ്രീസറിൽ 2 മണിക്കൂർ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടെയ്നറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം മൂടിയിട്ട് നമുക്ക് ഫ്രീസറിൽ 2 മണിക്കൂർ വയ്ക്കാം. അപ്പോൾ ഇത് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതാണ്. ഇനി നമുക്ക് ഈ വലിയ ജാറിലേക്ക് ഒഴിച്ച് വീണ്ടും നന്നായി അരച്ചെടുത്ത് 8 മണിക്കൂർ നമുക്ക് 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതാണ്. നമുക്കൊന്ന് നോക്കാം. അടിപൊളി ഐസ്ക്രീം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്കൂപ്പ് ചെയ്തെടുത്താലോ. അടിപൊളി ഐസ്ക്രീം.
തീർച്ചയായിട്ടും എല്ലാവരും ഈ ചക്ക ഐസ്ക്രീം ട്രൈ ചെയ്യുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ചക്ക ഐസ്ക്രീം ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും കാണാം. ഓക്കെ, ബൈ.